നമസ്കാരം, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് കൊമേഴ്സ് സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് മോഡ്യൂൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസിനെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഒരു മാനേജ്മെന്റിന് ഒരു പ്രോസസ് എന്ന് പറയുന്നത്. പ്രോസസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒരു മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ്മെന്റിന് പ്രോസസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓതേഴ്സ് മാനേജ്മെന്റ് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഹെൻറി ഫയോൾ പറയുന്നത് മാനേജ്മെന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ചേർന്നതാണെന്ന്. ലൂതർ ഗുളിക്ക് ഒരു അബ്രീവിയേഷൻ ഡെവലപ്പ് ചെയ്തു, പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ട്. പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. റാൾഫ് ഡേവിസ് പറയുന്നത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ് ആണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന്. ജോർജ് ആർ ടെറി പറയുന്നത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന്. ലാസ്റ്റ് വൺ കൂൺസ് ആൻഡ് ഓർഡനൽ. കൂൺസ് ആൻഡ് ഓർഡനൽ പറയുന്നത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ് ആണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സാധാരണ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കൂൺസ് ആൻഡ് ഓർഡനലിന്റെ ഡെഫിനിഷൻ പ്രകാരമാണ് പറയുന്നത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ലീഡിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇപ്പൊ ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് ഫങ്ഷൻസ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ലുക്കിംഗ് എഹെഡ് അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആണ്, അല്ലെങ്കിൽ തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് പറയാം. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും, ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ രീതികൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാമെന്ന് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നമുക്കിപ്പോൾ ഓർഗനൈസേഷൻ എങ്ങോട്ട് പോകണം, അതായത് വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് ഫംഗ്ഷനിലെ 5 മാനേജ്മെന്റ് ഫംഗ്ഷനിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാനിങ് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റർ ഓർഗനൈസേഷന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ജോർജ് ആർ ടെറി പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പ്ലാനിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുന്ന ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ഈസ് ലുക്കിംഗ് ഇൻ ടു ദി ഫ്യൂച്ചർ. പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ് ആണ്. നാളേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടായിരിക്കും പ്ലാനിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് പ്രീഡിറ്റർമൈൻഡ് ലൈൻസ് ഓഫ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആക്ടിവിറ്റീസ് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് സെക്കൻഡ് ഫീച്ചർ പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രീ ഡിറ്റർമൈൻഡ് ലൈൻസ് ഓഫ് ആക്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് പറയുന്നത്. തേർഡ് വൺ, പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പുതിയ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഓർഗനൈസേഷനിൽ പ്ലാനിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, വേരിയസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് ഈസ് ഡൺ ഫോർ സ്പെസിഫൈഡ് പീരിയഡ്. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്. അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്,
പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രെഡിക്റ്റബിൾ ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങൾ കാണും. അതിലൊരു ബെസ്റ്റ് മാർഗ്ഗമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മുൻകൂട്ടി ഡിസൈഡ് ചെയ്യേണ്ടത്. പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. പ്ലാനിങ് എന്ന് പറയുന്നത് മെന്റൽ ആക്ടിവിറ്റി ആണ്. പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഹയർ ലെവലായാലും ലോവർ ലെവൽസിലായാലും പ്ലാനിങ് എന്താണ്, റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ലാസ്റ്റ് വൺ പറയുന്നത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ പ്ലാനിങ്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഏത് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പ്ലാനിങ് എന്നൊരു ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഹെൻറി ഫയോൾ പറഞ്ഞത് 5 ഫംഗ്ഷൻസ് ഉള്ളതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, പ്ലാനിങ് ആണെന്ന് പറയുന്നത്. പിന്നെ പറയുന്ന പ്ലാനിങ്ങിന് കുറച്ച് ഒബ്ജക്റ്റീവും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അൺസർട്ടനിറ്റി കുറയ്ക്കാനായിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ ആയാലും കോർഡിനേഷൻ ആയാലും ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കണ്ടിജൻസീസ് ഉണ്ടാവുമ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ആന്റിസിപ്പേറ്റ് ചെയ്യാം, അത് മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണോ ഫ്യൂച്ചറിൽ സംഭവിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് വയ്ക്കും. അതാണ് കണ്ടിജൻസി പ്ലാൻസ് ഒക്കെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. പിന്നെ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് കാണും. കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ ബെറ്റർ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന മെയിൻ പോയിന്റ് ആണ് റെഡ് ടാപ്പിസം കുറയ്ക്കാനായിട്ട് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നു, പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. റെഡ് ടാപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫയലുകൾ ഒരുപാട് കുന്നുകൂടുന്ന ഒരു പ്രവണതയാണ് റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളൊന്നും നടക്കാതെ ഫയലുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രോസസ്സാണ് റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. അപ്പം റെഡ് ടാപ്പിസം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും, ബെറ്റർ പ്ലാനിങ്ങിലൂടെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ടാപ്പിസം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഓർഗനൈസേഷനിൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതിനായാലും അല്ലെങ്കിൽ ബെറ്റർ കൺട്രോൾ കൊണ്ടുവരുന്നതിനായാലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എൻവയോൺമെന്റിലാകുന്ന ചേഞ്ചസ് ഓർഗനൈസേഷനിൽ അഡാപ്റ്റ് ചെയ്യുന്നതിനും പ്ലാനിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നൊക്കെ, പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് പ്രോസസ് ആണ്. അതായത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദി പ്ലാനിങ്. ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷിംഗ് ദി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവും കാണും, യൂണിറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒബ്ജക്റ്റീവ്സും കാണും. ആ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് പ്ലാനിങ് പ്രിമിസസ്. പ്രിമിസസ് മീൻസ് അസംഷൻസ്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു അൺസർട്ടൈൻ ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് അസംഷൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സുകളും അസംഷൻസും ഒക്കെ കാണും. അതിനെയാണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. ആ പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആവാം, ഇന്റേണൽ ആവാം. അതായത് ഇന്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ആവാം, അല്ലെങ്കിൽ അസംഷൻസ് ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള അസംഷൻസ് ആവാം. ആ അസംഷൻസ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ല ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജിൽ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് അച്ചീവിംഗ് ദി സെയിം ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ ഗോൾ, അത് ആ ഗോൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒബ്ജക്റ്റീവ്സ് ആവാം അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആവാം. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് വേസ്, വഴികൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പ്രോസസ് ആയിട്ട് പറയുന്നത്. നാലാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് വേസ് നമ്മൾ നോക്കി, അത് കഴിഞ്ഞിട്ട് ആ ഓരോ വഴികളും നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റഡ് എഗെയിൻസ്റ്റ് ദ ക്രൈറ്റീരിയ ഓഫ് കോസ്റ്റ്, റിസ്ക്, ബെനിഫിറ്റ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. നമ്മുടെ ഈ പറഞ്ഞ കോസ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്ക് ബേസ് ചെയ്ത് നോക്കാം, ബെനിഫിറ്റ്സ് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് സ്ട്രക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വഴിയാണോ എന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആശയത്തെ നമ്മളിലൂടെ ഒരു വേ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഈ പറഞ്ഞ ഇവാലുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ ആൾട്ടർനേറ്റീവിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡെവലപ്പിംഗ് സപ്പോർട്ടിംഗ് പ്ലാൻസ്. അപ്പം മെയിൻ പ്ലാൻ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആ മെയിൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് പ്ലാൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്, എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസസ് ഓഫ് ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ സീക്വൻസസ് ഓഫ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മുടെ പ്ലാൻസിനെ എന്ത് ചെയ്യുക, ആക്ഷനിലോട്ട് കൊണ്ടുവരിക. പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും മെന്റൽ പ്രോസസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡൂയിങ് പ്രോസസ്സിലോട്ട് മാറണം, അല്ലെങ്കിൽ ഒരു ആക്ഷനിലോട്ട് കൊണ്ടുവരണം. അതിനെയാണ് എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും 7
പ്ലാനിങ് പ്രോസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്ലാനിങ് പ്രെമിസസ് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് സപ്പോർട്ടിംഗ് പ്ലാൻസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസസ് ഓഫ് ആക്ടിവിറ്റീസ്. ഇതിപ്പോൾ നിങ്ങളുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജൂലൈയിൽ സെറ്റ് എക്സാം പാസ്സാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? പ്ലാനിങ്ങിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു, സെറ്റ് എക്സാം പാസ്സാവുക. സെക്കൻഡ് വൺ എന്താണ്? നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസംഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സുകൾ കാണും. ആ ഡൗട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ, പ്ലാനിങ്ങിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം നിങ്ങളുടെ ഡൗട്ടുകൾ ഏതാ അല്ലെങ്കിൽ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സെറ്റ് എക്സാം പാസ്സാവുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ വഴികൾ ചൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഒരു ഗൈഡ് വാങ്ങി വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ കേൾക്കാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനോട് കമ്പൈൻ സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റീവിലോട്ട് എത്താം. അടുത്തത് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. നിങ്ങളുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്നത് എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം? കോസ്റ്റ് നോക്കണം. ഇപ്പോൾ ഒരു ഗൈഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് നോക്കണം, റിസ്ക് ഫാക്ടർ നോക്കണം, ബെനിഫിറ്റ്സ് നോക്കണം, നിങ്ങൾക്ക് അത് കൺവീനിയന്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്താണ്? നിങ്ങൾ ഇത്രയും ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോസ്റ്റ് കുറഞ്ഞൊരു മാർഗം നിങ്ങൾ ചൂസ് ചെയ്യും. ആ മാർഗം ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് പ്ലാൻ. ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ I+ ട്രെയിനിങ് സൊല്യൂഷന്റെ ക്ലാസ് കേട്ടിട്ടാണ് സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തെയും ക്ലാസ് കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്ലാൻ കാണും. നെക്സ്റ്റ് വൺ എന്താണ്? സപ്പോർട്ടിംഗ് പ്ലാൻസ്. സപ്പോർട്ടിംഗ് പ്ലാൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. നിങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ് കേൾക്കും, അതിനുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങളും വർക്ക് ചെയ്യും. അതാണ് സപ്പോർട്ടിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്തായിരിക്കും? നിങ്ങൾ ഇത്രയും ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? അതനുസരിച്ച് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചു തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജൂലൈയിലുള്ള എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഇതൊരു പ്ലാനിങ്ങിന് എന്താണ്? ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു ഗോൾ എപ്പോഴും എന്ത് വേണം? ഒരു പ്ലാനിങ്ങിന് വേണം. ആ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് വഴി വേണോ സ്വീകരിക്കാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് സിംപ്ലി പറയുന്നത്. ടൈപ്സ് ഓഫ് പ്ലാനിങ്. ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിനെ നമുക്ക് 3 ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെച്ചാൽ ഓർഗനൈസേഷൻ ലെവൽസ്. ഓർഗനൈസേഷൻ ലെവൽസിൽ പ്ലാനിങ് എന്ന് പറയുന്നത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കോർപ്പറേറ്റ് പ്ലാനിങ്, ഡിവിഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ പ്ലാനിങ് ആൻഡ് ഗ്രൂപ്പ് ഓർ സെക്ഷണൽ പ്ലാനിങ്. കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ടോപ്പ് ലെവൽ പ്ലാനിങ് ആണ്. സെക്കൻഡ് വൺ ഡിവിഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ പ്ലാനിങ്. അത് മിഡിൽ ലെവൽ പ്ലാനിങ് ആണ്. അത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിവിഷൻസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസിനെയാണ് ഡിവിഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് പ്ലാനിങ് അല്ലെങ്കിൽ സെക്ഷണൽ പ്ലാനിങ്. ഗ്രൂപ്പ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിലെ ഡിഫറെന്റ് ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് ഗ്രൂപ്പ് പ്ലാനിങ് അല്ലെങ്കിൽ സെക്ഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ലോവർ ലെവൽ പ്ലാനിങ് ആണ്. നെക്സ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം. ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പാനിൽ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ലോങ് റേഞ്ച് പ്ലാനിങ്. ലോങ് റേഞ്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് generally covers a period ranging from 5 years to 20 years. Next, medium or intermediate planning, that's ranging from 1 to 5 years. Short term planning എന്ന് പറയുന്നത് less than 1 year ആയിരിക്കും. നെക്സ്റ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോക്കസ്. ഓൺ ദ ബേസിസ് ഓഫ് ഫോക്കസ് നമുക്ക് പ്ലാനിങ്ങിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രാറ്റജിക് പ്ലാനിങ്, ടാക്ടിക്കൽ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ പ്ലാനിംഗ് ആണ്. Strategic plans are made by the top management of the firm after taking into account the firm's strength and weakness in the light of internal and external environment. Strategic planning പറയുന്നത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻസ്. അതിനു വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടാക്ടിക്കൽ പ്ലാൻസ്. ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഫോർ എ
ലാർജർ സ്ട്രാറ്റജിക് പ്ലാൻസ് ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഏതിൽ വരുന്നു? ടാക്ടിക്കൽ പ്ലാനിങ്ങിൽ വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്ലിമെന്റ് ദി സ്ട്രാറ്റജിക് പ്ലാൻസ്. സ്ട്രാറ്റജിക് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേയ്സ് അല്ലെങ്കിൽ മാനേഴ്സ് പറയുന്ന പ്ലാൻസിനെയാണ് ടാക്ടിക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് മിഡിൽ മാനേജ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഷോർട്ട് പീരിയഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഓപ്പറേഷണൽ പ്ലാൻസ്. ഓപ്പറേഷണൽ പ്ലാൻസ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദ സ്ട്രാറ്റജിക് പ്ലാൻസ് വിൽ ബി അക്കംപ്ലിഷ്ഡ്. അതായത് സ്ട്രാറ്റജിക് പ്ലാൻസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നാണ് ഓപ്പറേഷണൽ പ്ലാൻസ് പറയുന്നത്. ഇത് വെരി ഷോർട്ട് പ്ലാൻസ് ആയിരിക്കും. യൂഷ്വലി ലെസ് ദാൻ 1 year ആണ്. ഇത് ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോക്കസ് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ടാക്ടിക്കൽ പ്ലാനിങ് ഉള്ളൂ. ടാക്ടിക്കൽ പ്ലാനിങ് ഉണ്ടെങ്കിലേ ഓപ്പറേഷണൽ പ്ലാനിങ് ഉള്ളൂ. അത് സ്ട്രാറ്റജിക് പ്ലാനിങ് പറയുന്നത് വെച്ചാൽ ഓർഗനൈസേഷന്റെ ലോങ് ടേം ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് പറയുന്നത്. അതിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്ടിക്കൽ പ്ലാനിങ് ആണ്. ടാക്ടിക്കൽ പ്ലാനിങ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ് ബൈ ലോവർ ലെവൽ മാനേജേഴ്സ്. നെക്സ്റ്റ് വൺ ഓപ്പറേഷണൽ പ്ലാനിങ്. ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്കിന്റെ സ്റ്റാൻഡേർഡും ഷെഡ്യൂൾസും ഒക്കെ ഫിക്സ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫോക്കസ് പ്ലാനിങ്. ബട്ട് നമ്മൾ ഈ ഡിസൈഡ് ചെയ്യുന്ന പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഡീവിയേഷൻ വന്നാൽ, അതായത് ഇപ്പം നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടിജൻസി ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസിനെയാണ് കണ്ടിജൻസി പ്ലാനിങ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് പോളിസി മേക്കിംഗ് ആണ്. ടാക്ടിക്കൽ പ്ലാനിങ് പ്രൊസീജിയേഴ്സ് ആണ്. ഓപ്പറേഷണൽ പ്ലാനിങ് എന്താണ്? എക്സിക്യൂഷൻ ഓഫ് ദീസ് പ്ലാൻസ് ആണ്. പ്ലാൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ മൾട്ടി യൂസ് പ്ലാൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് പ്ലാൻസ്, റിപ്പീറ്റഡ് പ്ലാൻസ് എന്നൊക്കെ അറിയപ്പെടും. സെക്കൻഡ് വൺ സിംഗിൾ യൂസ് പ്ലാൻസ് അല്ലെങ്കിൽ അഡ്ഹോക്ക് പ്ലാൻസ്. മൾട്ടി യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കറിംഗ് പ്രോബ്ലംസിന് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സിറ്റുവേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസിനെയാണ് മൾട്ടി യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത്. ദീസ് പ്ലാൻസ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാൻസ് ആണ് മൾട്ടി യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സിംഗിൾ യൂസ് പ്ലാൻസ്. സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് യുണീക്ക് പ്ലാൻസ് ആണ്. അതേപോലെ തന്നെ നോൺ റെപ്പറ്റേറ്റീവ് അല്ലെങ്കിൽ നോൺ റെക്കറിംഗ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന പ്ലാൻസ് ആണ്. ഈ പ്ലാൻസ് നമ്മൾ ഓരോ യൂസിന് ശേഷവും എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യുന്നു. ദീസ് ഹാവ് ടു ബി ഫോർമുലേറ്റഡ് അഗെയിൻ ആഫ്റ്റർ എവറി യൂസ്. മൾട്ടി യൂസ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. സിംഗിൾ യൂസ് പ്ലാൻസ് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്. മൾട്ടി യൂസ് പ്ലാൻസിൽ വരുന്ന പ്ലാൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്ന പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, ഷെഡ്യൂൾസ്, പ്രോജക്ട്സ്, മെത്തേഡ്സ്. അപ്പൊ സിംഗിൾ യൂസ് പ്ലാൻസ് നമ്മൾ എന്ത് ചെയ്യും? ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാൻസ് ഉപേക്ഷിച്ചിട്ട് വേറെ പ്ലാൻസ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് മൾട്ടി യൂസ് പ്ലാൻസ് അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാൻസ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിരിക്കണം. ഡിഫറെന്റ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് പർപ്പസ്, എയിംസിനെയൊക്കെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷൻ ഡെസ്റ്റിനേഷൻ ആണ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പീരിയഡിൽ ഒരു ഓർഗനൈസേഷൻ എന്താണ് ലക്ഷ്യം, അതാണ് ഒബ്ജക്റ്റീവിൽ പറയുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്ലാൻ ആണ്. ആ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിന്റെ പോളിസിയിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ചലഞ്ചസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കോമ്പറ്റീറ്റേഴ്സിന്റെ പ്ലാൻസും കൺസിഡർ ചെയ്യുന്നു. പോളിസി എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഗൈഡ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അതാണ് പോളിസീസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഗൈഡ്സ് ടു ആക്ഷൻ ആണ്. മാനർ ഇൻ വിച്ച് ആക്ടിവിറ്റീസ് ആർ ടു ബി പെർഫോംഡ്, അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഏതൊക്കെ സ്റ്റെപ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്യാം എന്നാണ് പ്രൊസീജിയേഴ്സിൽ പറയുന്നത്. ലാസ്റ്റ് വൺ റൂൾസ് ആണ്. റൂൾസ് പറയുന്നത് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ വാട്ട് മേ ഓർ മേ നോട്ട് ബി ഡൺ, എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ് റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? പെനാൽറ്റി ഉണ്ടായിരിക്കുന്നതാണ്.
സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് യുണീക്ക് ആൻഡ് നോൺ റെപ്പറ്റേറ്റീവ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന പ്ലാൻസ് ആണ്. These have to be formulated again after every use. ഫസ്റ്റ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ആക്ടിവിറ്റി നെസസറി ഫോർ അച്ചീവിംഗ് ഗിവൺ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പോളിസീസ് അല്ലെങ്കിൽ ഗോൾസ്, ഒബ്ജക്റ്റീവ്, പ്രൊസീജിയർ, റൂൾസിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് പ്രോഗ്രാമിനെ പറയാം. സെക്കൻഡ് വൺ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ആണ്. അതായത് ഡെഫിനറ്റ് പീരീഡിലേക്കുള്ള എക്സ്പെക്റ്റഡ് റിസൾട്ടിനെ ന്യൂമറിക്കൽ ടേംസിൽ റെപ്രസെന്റ് ചെയ്താൽ അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റീവ് ടൂളാണ്. തേർഡ് വൺ ഷെഡ്യൂൾ ആണ്. ഷെഡ്യൂൾ എന്ന് പറയുന്ന ടൈം ടേബിൾ ഓഫ് വർക്ക് ആണ്. വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, വർക്ക് എപ്പം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ടൈം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രോജക്ട്സ്. പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സ്കീമാണ്. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോഴ്സസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ആക്ടിവിറ്റിയെ ഇവാലുവേറ്റ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു. എന്തായിട്ട്? ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ആ ഒരു കോംപ്ലക്സ് സ്കീമിനെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസോഴ്സസുമായിട്ട് റിലേറ്റഡ് ആണ്. ലാസ്റ്റ് വൺ മെത്തേഡ്. മെത്തേഡ്സ് ആർ ഫോർമലൈസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് വേസ് ഓഫ് അക്കംപ്ലിഷിംഗ് റെപ്പറ്റേറ്റീവ് ആൻഡ് റൊട്ടീൻ ജോബ്സ്. ഇത് പറയുന്നത് ഡീറ്റെയിൽ ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ. അതാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ആക്ഷൻസിന് വേണ്ട ഗൈഡൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സിംഗിൾ യൂസ് പ്ലാൻസ്, ഏതൊക്കെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്, അവ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സ്ട്രാറ്റജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രാറ്റജി എപ്പോഴും കോമ്പറ്റീറ്റീവ്സിന്റെ പ്ലാൻസിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. അതറിഞ്ഞിരിക്കണം. ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് മൊഡ്യൂൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ നോക്കിയ 3 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് പ്ലാനിങ്, സെക്കൻഡ് ഓർഗനൈസിങ് ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റാഫിംഗ്. അടുത്ത 2 ഫങ്ഷൻസ് നെക്സ്റ്റ് സെക്ഷൻ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഓൾ.